BJP ഭരണത്തിന് കീഴിൽ രാജ്യത്ത് അഴിമതികൾ വർദ്ധിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അവിടെയാണ് പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം. എന്നാൽ കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 228 കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടതായി ആരോപണം ഉയർന്നിരിക്കുന്നു. ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷമല്ല, പ്രശസ്തമായ ജ്യോതിമഠം ശങ്കരാചാര്യരാണ്. ക്ഷേത്രങ്ങൾക്ക് മേൽ സർക്കാരുകളുടെ നിയന്ത്രണം പാടില്ല, അവയെല്ലാം സംഘപരിവാറിന് വിട്ടുകൊടുക്കണം. ഇതാണ് RSSന്റെ നിലപാട്. സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമാണ് ഉത്തരാഖണ്ഡ്. അവിടെയാണ് കേദാർനാഥ് ക്ഷേത്രം. ക്ഷേത്രം പൂർണ്ണമായും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ 228 കിലോ സ്വർണം മോഷണം പോയതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളല്ല, ഒരു ഹിന്ദു സന്യാസിയാണ്. ജ്യോതിർമഠം ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് सरस्वती. आप केदारनाथ में देखिए 228 किलो सोने का घोटाला हो गया. आप पत्रकार लोग क्यों नहीं उठाते हो? तो जब वहां पर घोटाला हो गया तो अब आप दिल्ली में केदारनाथ बना लोगे, वहां पर फिर दूसरा घोटाला करोगे. 228 किलो सोना केदारनाथ से गायब कर दिया गया. कौन जिम्मेदार है? क्यों इस बारे में जांच नहीं होती है? क्यों भाई इस बारे में निर्णय नहीं होता है? और अब आप कहेंगे हम दिल्ली में ही केदारनाथ बना लेंगे, ये नहीं हो सकता. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, മനുഷ്യദൈവങ്ങളുടെ തട്ടിപ്പുകളിൽപ്പെട്ട് നിരപരാധികൾ മരിക്കുന്നു. വിശ്വാസത്തിന്റെ മറവിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൂട്ടമരണങ്ങളും എല്ലാം നടക്കുമ്പോഴും BJP നേതാക്കൾക്ക് ആശ്രയം വർഗീയത തന്നെയാണ്. മുഹറം വർഗീയത ആളിക്കത്തിക്കാനുള്ള അവസരമാക്കി മാറ്റിയത് UP മുഖ്യമന്ത്രി ആദിത്യനാഥ്. याद करिए, इसी मुहर्रम के समय में सड़कें खाली हो जाती थी, सूनी हो जाती थी. आज मुहर्रम आयोजित हो रहा है, इसका पता भी नहीं लग रहा है. ताजिया के नाम पर घर तोड़े जाते थे, पीपल के पेड़ काटे जाते थे. कि सरकार नियम बनाएगी, पर्व और त्योहार मनाना है तो इन नियमों के अंतर्गत मनाओ, और नहीं तो अपने घर में बैठ जाओ. യുപിയിലെ മുസഫർ നഗർ കൻവാർ യാത്ര എന്ന പേരിൽ ശിവഭക്തരുടെ തീർത്ഥാടന യാത്ര എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇത്തവണ ആദിത്യനാഥിന്റെ UP പോലീസ് ഒരു ഉത്തരവിറക്കി. യാത്ര പോകുന്ന പാതയോരങ്ങളിലെ കടകൾ അവരുടെ ഉടമസ്ഥരുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്നതാണ് ഉത്തരവ്. ഉത്തരവിന്റെ ലക്ഷ്യം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ കടകളിൽ ആരും കയറരുത്. ഉത്തരവ് പ്രകാരം മുസ്ലിങ്ങൾ അകറ്റി നിർത്തപ്പെടേണ്ടവരാണ്. उत्तर प्रदेश सरकार हमारे संविधान की धज्जियां उड़ा रहे हैं इस प्रकार के आदेश से, चाहे वो मुख्यमंत्री हो या उनके अलग थलग जितने भी मंत्री हैं, वो जानबूझकर उसकी एक विभाजन और एक भय मुसलमानों के बारे में पैदा करने का प्रयास कर रहे हैं. വർഗീയത ആളിക്കത്തിക്കുക, അങ്ങനെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം മറച്ചു പിടിക്കുക, ഇതാണ് സംഘപരിവാറിന്റെ അജണ്ട. അപ്പോഴും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമുണ്ട്. കേദാർനാഥ് ക്ഷേത്രത്തിലെ 228 കിലോ സ്വർണം ആരാണ് മോഷ്ടിച്ചത്?